കുറച്ച് നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇന്നിപ്പോൾ ഒരു പുതിയ ഐറ്റം കിട്ടി, ഒരു കുട്ടി പലഹാരം. അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ വന്നേക്കണത്. എല്ലാ ദിവസവും ഈ സാമ്പാറും അവിയലും കാണിച്ച് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും. അതാണ് ഞാനിപ്പോൾ അത് നിർത്തി വച്ചേക്കണത് കേട്ടോ. ഇന്നത്തെ ഐറ്റം ഏത്തപ്പഴം കൊണ്ടൊരു പലഹാരമാണ്. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോൻ്റെ ബ്രദർ വേണുവാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടാവുമെന്ന് വിചാരിക്കണം. ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അമ്മോട് പറയണം കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോണ പലഹാരത്തിന് വേണ്ട 2 ഏത്തപ്പഴം പുഴുങ്ങാൻ വയ്ക്കുകയാണ്. ഇതൊന്ന് ആദ്യം പുഴുങ്ങിയിട്ട് വേണം പിന്നത്തെ പണികൾ. ആൾക്കാരുള്ളതനുസരിച്ച് 2ഓ 3ഓ ഒക്കെ വയ്ക്കാം കേട്ടോ. ഇതിവിടെ അത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ്. കണ്ട ഏത്തപ്പഴം പുഴുങ്ങി. പുക കുറച്ച് പതുക്കെ വരുള്ളൂ, അല്ലെങ്കിൽ വന്ന് തീർന്നു കാണും. കൈ പൊള്ളില്ലേ, പൊള്ളാണ്ട് എടുക്കണം. അതാണ് സ്പൂൺ കൊണ്ട് എടുക്കണത്. ഞാൻ സുഖമായിട്ട് കൈ കൊണ്ടെടുത്താണ്. അയ്യടാ, അത് മനസ്സിലായിട്ടാ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലമ്മ. തീയിൽ കുരുത്തതല്ലേ പാടാത്തെ. വേണ്ട, ചൂടുണ്ട. ഇതൊന്ന് പൊളിക്കാമോ? വീഡിയോ എടുക്കല്ലേ. വീണെടുത്ത് കിടന്ന് വിദ്യ എടുക്കുക അല്ലേ. അത് കൊള്ളാം. അല്ലേ, ഇങ്ങനെ ഉണ്ട് ആശാനേ. ഇതിന് ഇനിയുള്ള പണിയിൽ ഇതൊരെണ്ണം കഴിച്ചാലുണ്ടല്ലോ രാത്രി വരെ ഭക്ഷണിക്ക് നിൽക്കാം. അല്ലേ, ഇതിൽ അത്രയും സാധനങ്ങളല്ലേ ഇടാൻ പോണത്. ഇല്ല, പറഞ്ഞല്ല, കാണിച്ചു കൊടുക്കാലോ. പുകയൊക്കെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിലേക്ക് കയറണ്ടായിരുന്ന സാധനം. മോളിൽ കൂടി ഒഴിച്ചാൽ എങ്ങനെയാ കുട്ടി അകത്തേക്ക് കയറണ്ടേ? ഈ കുട്ടിക്ക് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. എല്ലാം അറിയാന്ന് വെറുതെ ബടായി അടിക്കും. തേങ്ങാപ്പാൽ ഇത് 2ാമത്തെ പാലാണ്. ഈ പഴത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇതിനെ ഒന്ന് ഇളക്കുക. നമ്മൾ ഓലനും ഇഷ്ടൂനും ഒക്കെ തേങ്ങാപ്പാൽ ഒഴിക്കില്ലേ, അതുപോലെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതിൽ ഇതാക്കണം. ഓലനും ഇഷ്ടൂനും ഇങ്ങനെയല്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ച് 2ാം പാൽ ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോൾ ആദ്യത്തെ പാൽ ഒഴിക്കുക. ഇതൊന്ന് തിളയ്ക്കട്ടെ. സ്പീഡിൽ ചെയ്താൽ സ്വാദ് കിട്ടില്ല, അതാണ്. തിളയ്ക്കുന്നുണ്ടോ തേങ്ങാപ്പാൽ? എന്തിനാ തിളയ്ക്കുന്ന തേങ്ങാപ്പാൽ? ഇത് ആദ്യത്തെ പാൽ ഒഴിക്കുകയാണേ. ഇതൊഴിച്ചില്ലേ, അപ്പം അതേ തുടങ്ങിയണ്ട. തുടങ്ങിയ ഇതൊന്നുകൂടി തിളച്ച് ഒന്ന് കുറുകിക്കോട്ടെ. കുറച്ച് പഴത്തിനധികം മധുരം പോരെങ്കിൽ കുറച്ച് ശർക്കരപ്പൊടിയും കൂടി ചേർത്തു. നല്ല മധുരമുള്ള പഴമുള്ളവർക്കാണെങ്കിൽ വേണ്ട കേട്ടോ. ഇതിപ്പോൾ കഴിക്കുമ്പോൾ ഒരു സ്വാദ് വേണ്ടേ, എന്നാലല്ലേ നമുക്ക് വായ്ക്ക് സ്വാദുണ്ടാവും. എല്ലാം കൂടി അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പില്ലാത്ത ബട്ടർ, കുറച്ച് ബട്ടർ പറഞ്ഞില്ലേ, അതും കൂടി ഇടുക. ഇതൊക്കെ അതിൻ്റെ നമ്മുടെ പഞ്ചാബില് ബട്ടർ ചിക്കൻ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറും, പഴത്തിൻ്റെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ഉപ്പുമാവിൻ്റെ കൂടെയോ ഇതൊന്നും അല്ലെങ്കിൽ വെറുതെയോ എങ്ങനെയെങ്കിലും കഴിക്കാം. ഓക്കെ, കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഒന്ന് വറ്റണം. ഭംഗി കണ്ടാ നന്നില്ലെങ്കിലും വായിക്ക് സ്വാദം ഉണ്ടായ പോരെ. കഴിക്കാം. ബട്ടറൊക്കെ ഇട്ട് നാളെ ഉണ്ട് പണിയാവും. ഒരു ഡയബറ്റീസ് പേഷ്യന്റിന്റെ സ്പെഷ്യൽ ഫുഡ് ദിനചര്യ. നമ്മൾ പഞ്ചസാര ഇട്ടില്ലല്ലോ, ശർക്കരയിലിട്ടെ ഒന്നും വരാൻ മുകളിൽ.
സ്പൂണൊക്കെ എടുത്ത് ഡോക്ടർ ആശകാണ്. പോലെ ആ, എന്താ ടേസ്റ്റ്. നാളെ ശിവരാത്രിയാണ്, എല്ലാവർക്കും മുടക്കായിരിക്കില്ലേ. സൗകര്യമായിട്ട് ഇത് ചെയ്ത് എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. എന്താ സ്വാദ്. സ്വയമല്ല ഉള്ളതവർ. നാളെ ഇത് കഴിച്ച് എല്ലാവരും എന്നോട് പറയണം എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ. വേണുവിനോട് പ്രത്യേകം നന്ദി. ആ മാത്രം ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നാലേ നിന്റെ കൊതി പറ്റും. ആ അതിനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുമ്പോൾ വിശ്വാസമില്ല അല്ലേ? അപ്പൊ എന്തായി? സത്യല്ലേ?